നിത്യ പിതാവായി തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി നിത്യജീവന്റെ ദാതാവായിട്ട് ഏൽപ്പിച്ചു തന്ന ദൈവത്തിന് സ്തോത്രവും സ്തുതിയും ഞാൻ അർപ്പിക്കുന്നു. ഒപ്പം നമ്മുടെ വീണ്ടെടുപ്പുകാരനും നമുക്ക് വേണ്ടി നീതിയും സമാധാനവും വീണ്ടെടുപ്പും ആയിത്തീർന്നവനുമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനങ്ങളും അറിയിക്കുകയും ചെയ്യുന്നു. ഇന്നും എല്ലാ ബുധനാഴ്ചത്തെയും പോലെ നേരത്തെ നമുക്ക് കൂടുവാനായിട്ട് ദൈവം സഹായിച്ചു. നിങ്ങളുടെ സഹകരണത്തിന് പ്രത്യേകാൽ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. നമുക്കൊരുമിച്ച് ഇന്നലെ നമ്മൾ ചിന്തിക്കുവാൻ തുടങ്ങിയ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് കടന്നുചെല്ലാം. നാം ആ വാക്യത്തിൽ വളരെ മനസ്സിലാക്കുവാൻ പ്രയാസം ഉള്ളതുപോലെ തോന്നുന്ന ഒരു ഭാഗമാണ് വായിച്ചത്. യോഹന്നാൻ തന്നെ അദ്ദേഹത്തിന്റെ ഒരു വലിയ വീഴ്ചയെക്കുറിച്ച് നമ്മോട് പറയുന്നു. താൻ തിരുത്തപ്പെട്ടതിനെ കുറിച്ച്, അബൌട്ട് ഹിസ് കറക്ഷൻ. തൻ്റെ ഒരു ഫെയില്യുവർ, പരാജയത്തെക്കുറിച്ച് നമ്മോട് പറയുകയാണ്. വേദപുസ്തകത്തിന്റെ ട്രൂത്ത്ഫുൾനെസ്, വിശ്വാസ്യത, സത്യസന്ധത ആ വാക്യത്തിലും വെളിപ്പെടുന്നുണ്ട്. വേദപുസ്തകം ദൈവശ്വാസീയമായ ദൈവവചനമാണ് എന്നതിന് ധാരാളം തെളിവുകളുണ്ട്. അതിൽ ഒരു തെളിവാണ് വേദപുസ്തകത്തിന്റെ വിശ്വാസീയത, സത്യസന്ധത എന്നുള്ളത്. കാരണം ദൈവത്താൽ നിയോഗിതമായി അല്ലെങ്കിൽ ദൈവ നിശ്വാസീയമായി എഴുതപ്പെട്ടതായിരുന്നില്ല ഈ പുസ്തകമെങ്കിൽ ബൈബിളിലെ പുസ്തകങ്ങൾക്കകത്ത് വേദപുസ്തക കഥാപാത്രങ്ങളുടെ പരാജയങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങൾ കാണില്ലായിരുന്നു. മനസ്സിലായോ? If the Bible was not inspired by the Holy Spirit, if it would not have been the Word of God, there would never have been the records of the failures of biblical characters. ദൈവത്തിൻ്റെ സ്വന്തം കൈകളുടെ സൃഷ്ടിയായ ആദം ഹവ്വമാരുടെ വീഴ്ച, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ കൃപ ലഭിച്ച, പ്രത്യേക സംരക്ഷണം അനുഭവിച്ച നോഹയുടെ ജീവിതത്തിൽ വന്ന ഒരു പാളിച്ച, ദൈവത്തിൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ തലമുറകളുടെ ഒക്കെ ജീവിതത്തിലെ വീഴ്ചകൾ, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ അവിശ്വാസം, ഇങ്ങനെ ഏറ്റവും ഒടുവിൽ വന്നു നിൽക്കുന്നതാണ് യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രിയ ശിഷ്യനായ, അരുമ ശിഷ്യനായ യോഹന്നാന്റെ ആത്മീക ശുശ്രൂഷ ജീവിതത്തിൻ്റെ വളരെ ഉയർന്ന ഒരു സമയത്ത് ജീവിതത്തിൽ
ഉണ്ടായ ഒരു പരാജയം. ഞാനായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിലെ പോരായ്മകളെ കുറിച്ച് എൻ്റെ ആത്മകഥാ പുസ്തകത്തിനകത്ത് എഴുതത്തില്ലായിരുന്നു. എൻ്റെ സാക്ഷ്യത്തിനകത്ത് എനിക്കിതുപോലൊരു വീഴ്ച സംഭവിച്ചുവെന്ന് പറയില്ലായിരുന്നു. ഇനി നിങ്ങളിലും ഒരാളായിരുന്നു എന്നെക്കുറിച്ച് എഴുതുന്നതെങ്കിൽ ഒരുപക്ഷെ പരാജയത്തെ മറച്ചു വെച്ചേനെ. എന്നാൽ ഇവിടെ ഈ ഉന്നത നിലയിൽ നിൽക്കുമ്പോഴും യോഹന്നാൻ തൻ്റെ ജീവിതത്തിൽ വന്ന വീഴ്ചയെ വേറെ ഒരു സങ്കോചവും കൂടാതെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. അത് വേദപുസ്തകത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. വേദപുസ്തകം ദൈവശ്വാസീയമാണ് എന്നതിന് തെളിവത്രേ. അതുപോലെ വേദപുസ്തകത്തിൻ്റെ സത്യസന്ധതയെയും അക്കാര്യം വെളിപ്പെടുത്തുന്നു. അങ്ങനെ അത് വെളിപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യങ്ങൾ, രണ്ടും കാരണങ്ങളും ലക്ഷ്യങ്ങളും നാം പഠിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ആ വാക്യം ഒന്നും കൂടെ വായിച്ചുകൊണ്ട് മുമ്പോട്ട് തുടരാം. ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട്, അതരുത്, ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹഭൃത്യനത്രേ. ദൈവത്തെ നമസ്കരിക്കുക, യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. സ്തോത്രം. ഇന്നലെ അതിൻ്റെ പശ്ചാത്തലങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. യോഹന്നാന് ഈ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വെളിപ്പെടുത്തി കൊടുക്കുവാൻ അയക്കപ്പെട്ട ഒരു ദൂതൻ. 1 അധ്യായത്തിന്റെ 1 വാക്യം മുതൽ ഈ പുസ്തകം മുഴുവനും യോഹന്നാനോട് കൂടെ ആ ദൂതനെ നമുക്ക് കാണാം. അദ്ദേഹമാണ് യോഹന്നാന് കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. യോഹന്നാൻ ഇന്നലെ നമ്മൾ കണ്ട 19 അധ്യായത്തിലെയും 22 അധ്യായത്തിലെയും ഒക്കെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ വളരെ ആവേശഭരിതനായിട്ട്, വളരെ സന്തോഷത്താൽ കുതൂഹലത്താൽ നിറയപ്പെട്ടവനായിട്ട്, ചിലപ്പോൾ തൻ്റെ അവസ്ഥ പോലും മറന്നു പോകുമാറ് സന്തോഷത്താൽ നിറഞ്ഞ് അരുതാത്ത ഒരു കാര്യം ചെയ്തു. ദൂതനെ നമസ്കരിച്ചു. ദൂതന്റെ കാൽക്കൽ വീണു. ഉടൻ തന്നെ ദൂതൻ അദ്ദേഹത്തെ വിലക്കി. അതാണ് നാം അവിടെ കണ്ടുകൊണ്ടിരുന്നത്. സ്തോത്രം. ഇന്നലെ നാം അതായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് 2 സന്ദർഭങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, നമ്മൾ ഇന്നലെ പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തികൾ 14 അധ്യായത്തിൽ പൗലോസും ബർന്നബാസും ശുശ്രൂഷിക്കുമ്പോൾ ഒരത്ഭുതം നടന്നത് കണ്ടിട്ട് അവിടുത്തുകാരൊക്കെ കൂടെ ഇവര് ദൈവങ്ങളാണ് എന്ന നിലയിൽ സാക്ഷാൽ സാഷ്ടാംഗം വീഴുക മാത്രമല്ല, മൃഗങ്ങളെ അവർക്ക് വേണ്ടി യാഗം കഴിക്കുന്നതിനുള്ള ഒരുക്കം നടത്തി. പക്ഷേ അപ്പോസ്തലന്മാർ അത് വിലക്കിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാണുന്നു അപ്പോസ്തല പ്രവൃത്തികൾ 10 അധ്യായത്തിലും. അവിടെ നമ്മൾ കാണുന്നത് 25 26 വാക്യങ്ങളിലാണ്.
കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട, രണ്ടും ശരിയാണ്. കൊർന്നല്യോസ് ക്ഷണിച്ചിട്ടും ദൈവം അയച്ചിട്ടും. അപ്പോൾ കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് കൊർന്നല്യോസിനാൽ ക്ഷണിക്കപ്പെട്ടും ദൈവത്താൽ അയക്കപ്പെട്ടും എത്തിയ പത്രോസിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീഴുന്ന ഒരു കൊർന്നല്യോസിനെ കാണാം. പല അർത്ഥത്തിലും അദ്ദേഹം ചെയ്തത് ശരിയാണ്. പത്രോസ് ഒരു യഹൂദൻ എന്ന നിലയിലും ഈ കൊർന്നല്യോസ് ഒരു വിജാതീയൻ എന്ന നിലയിലും അത് ശരിയാ ചെയ്തത്. പത്രോസ് ദൈവത്തിന്റെ ഒരു ദാസൻ, ദൈവത്താൽ വിശേഷാൽ പരിചയപ്പെടുത്തപ്പെട്ട ക്ഷണിക്കപ്പെട്ട അതിഥി എന്ന നിലയിലും കൊർന്നല്യോസ് ആതിഥേയൻ എന്ന നിലയിലും അത് ചെയ്തത് ശരിയാ, ആ സംസ്കാരം അനുസരിച്ച്. പക്ഷേ പത്രോസ് അദ്ദേഹത്തോട് പറഞ്ഞു, അരുത്. എന്താ പറഞ്ഞത്? പറഞ്ഞു, അരുത്. എന്താണ് കാരണം? പറയുകയാണ്, I am also a human being like you. ഞാനും നിന്നെ പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്. യഹൂദനാണ്, ശരിയാ, നീ ജാതീയനാണ്. ഞാൻ പാസ്റ്ററാണ്, ശരിയാ, നീ രക്ഷിക്കപ്പെട്ടവനല്ല. എന്നെ വിളിക്കാൻ ദൈവം എൻ്റെ അഡ്രസ്സൊക്കെ നിനക്ക് തന്നു എന്നുള്ളത് ശരിയാ, നിന്റെ അടുക്കൽ വരാൻ ദൈവം എന്നോട് കൽപ്പിച്ചു എന്നത് ശരിയാ, ഒക്കെ ശരിയാണെങ്കിലും നമ്മൾ രണ്ടുപേരും മനുഷ്യരാണ്. അതുകൊണ്ട് ഈ കുമ്പിടിയിൽ ഈ ആരാധന അരുത്. ഇന്നലെ നമ്മൾ ഏറ്റവും ഒടുവിൽ സംസാരിച്ചു കൊണ്ടിരുന്ന വിഷയങ്ങൾക്ക് ഈ രണ്ട് അനുഭവങ്ങൾ പുതിയ നിയമത്തിൽ നിന്നുള്ളത് നമുക്ക് പാഠമാക്കാം. നമ്മുടെ മുൻപിൽ ആരെയും വണങ്ങാൻ അനുവദിക്കാതിരിക്കുകയും നമ്മൾ ഇങ്ങനെ ആരുടെയും മുമ്പിൽ വണങ്ങാതിരിക്കുകയും ചെയ്യുക. പുതിയ നിയമ ശൈലി അതാണ്. നമ്മ അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം ഈ പറഞ്ഞ 25, 26 വാക്യങ്ങളിലും 14-ാമത്തെ അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലും നാം കാണുന്നത്. Acts chapter 10, 25 and 26, where Peter the apostle just saying a bold no to Cornelius to bow before him and worship him. So also we see what apostles Paul and Barnabas did to the people at Lystra in chapter 14, Acts 14, 10 to 15. അപ്പൊ നമ്മളും ഈ ഒരു രീതി പിന്തുടരുന്നതാണ് വേദപുസ്തകത്തിന്റെ ശൈലി, വിശേഷിച്ച് പുതിയ നിയമത്തിന്റെ ശൈലി. അപ്പം അക്കാലത്ത് ഇത് സാധാരണമായിരുന്നു, തങ്ങളെക്കാൾ ഉയർന്നവരെന്ന് തോന്നുന്നവരുടെ മുമ്പിൽ വണങ്ങുക എന്നുള്ളത്. അപ്പോൾ ഒരു സൃഷ്ടിയെയും ആരാധിക്കരുത് എന്ന ദൈവത്തിന്റെ നിയമം ഇവിടെ യോഹന്നാൻ ലംഘിച്ചു. എന്നാൽ ആരാധന എന്ന പ്രധാനപ്പെട്ട വിഷയത്തിൽ വരുത്തിയ വീഴ്ചയാണെങ്കിലും അത് യോഹന്നാന് പാപമായി കണക്കിട്ടില്ല എന്നാണ് നാം കാണുന്നത്. അങ്ങനെ എഴുതിയിട്ടില്ല. ആ ദൂതൻ തന്നെ ശാസിച്ചു, അല്ലാതെ മറ്റൊന്നും അവിടെ സംഭവിച്ചില്ല. ആരാധനാ വിഷയത്തിലായിട്ടുകൂടെ. അതിൻ്റെ അർത്ഥം ദൈവത്തിനു പകരക്കാരനായിട്ട് യോഹന്നാൻ ഈ ദൂതനെ കണ്ടു, ആ ദിവ്യത്വം തനിക്ക് കൽപ്പിച്ചു എന്നൊന്നും നമുക്ക് ഈ ഭാഗത്തു നിന്നും
മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതായത് ഇന്ന് പലരും ആരാധനാ വിഷയത്തിൽ ചെയ്യുന്ന തെറ്റ്, പാപം, ആ ഗൗരവതരമായ അവസ്ഥയിൽ ഈ പാപം വന്നതായി നാം കാണുന്നില്ലെന്ന് സാരം. അതുകൊണ്ട് നമുക്കിതാകാം എന്നല്ല. അരുത് എന്നതിന് വ്യക്തമായ ഒരു ഉപദേശമാണ് ഇവിടെ ഈ പ്രത്യേക അനുഭവത്തിലൂടെ, ഈ പ്രത്യേക രേഖപ്പെടുത്തലിലൂടെ ദൈവം ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിപ്പാൻ പാടില്ല. നമ്മുടെ സംസ്കാരം ഇങ്ങനെ ആയതുകൊണ്ട് ഈ അപ്പോസ്തലന്മാർ പത്രോസും പൗലോസും ബർന്നബാസും ഒക്കെ ചെയ്തതുപോലെ തന്നെ നാമും മറ്റുള്ളവർക്ക് ഈ കാര്യം മനസ്സിലാക്കി കൊടുക്കണം. നാം എത്ര ഉന്നത നിലകളിൽ നിന്നാലും മനുഷ്യരാണ് എന്ന ബോധ്യം നമുക്കും ഉണ്ടാകണം, മറ്റുള്ളവർക്കും ഉണ്ടാകണം. ആ ഭാഗങ്ങൾ നമ്മൾ ഇവിടെ നിന്നും കാണുകയുണ്ടായി. സ്തോത്രം. അപ്പോൾ ഒരു സൃഷ്ടിയെയും ആരാധിക്കരുത് എന്ന ദൈവത്തിൻ്റെ നിയമം, ദൈവത്തിൻ്റെ പ്രമാണം നമുക്കിവിടെ വ്യക്തതയോടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവം തന്നെ സ്വന്തം വിരലുകൾ കൊണ്ട് എഴുതി കൊടുത്ത 10 കൽപ്പനകളിൽ നമുക്ക് കാണാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ, എക്സോഡസ് 20:3, God's own writing was the Decalogue, 10 commandments. There God strictly prohibits people of Israel to worship, to make for themselves any image and worshiping them. ഇസ്രായേൽ മക്കൾ തങ്ങൾക്ക് വേണ്ടി ഒരു തരത്തിലുമുള്ള രൂപങ്ങളെ വാർത്തുണ്ടാക്കരുത്, അവയെ നമസ്കരിക്കരുത്, ഒരു സൃഷ്ടിയെയും നമസ്കരിക്കരുത് എന്ന വ്യക്തമായ കൽപ്പന ദൈവം തന്നെ എഴുതി കൊടുത്തു. പുറപ്പാട് 20-ാം അധ്യായത്തിന്റെ 3ഉം 4ഉം വാക്യങ്ങളിൽ. കേൾക്കാൻ കുഴപ്പമില്ലല്ലോ? ഓക്കെ. ഇന്റർനെറ്റ് കണക്ഷൻ സ്റ്റേബിൾ അല്ല എന്നും പറഞ്ഞൊരു മെസ്സേജ് എനിക്ക് വന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചതാ. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തതയോടെ സൃഷ്ടികളെ ആരാധിക്കരുത് എന്ന വ്യക്തമായ കൽപ്പന നാം കാണുന്നു. അതുപോലെ തന്നെ വളരെ വ്യക്തമായ മറ്റൊരു സംഗതി ആവർത്തന പുസ്തകത്തിൽ, ഡ്യൂട്ടറോണമി ചാപ്റ്റർ 4 അതിന്റെ 15 and 16, 15, 16, ആവർത്തനം 4-ന്റെ 15, 16 വാക്യങ്ങൾ വായിച്ചാട്ടെ. നിങ്ങൾ നന്നായി സൂക്ഷിച്ചുകൊള്ളുവിൻ. യഹോവ ഹോരേബിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത നാളിൽ നിങ്ങൾ രൂപം ഒന്നും കണ്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആണിന്റെയെങ്കിലും പെണ്ണിന്റെയെങ്കിലും സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിന്റെയും സാദൃശ്യമോ, ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയുടെയും സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു ഇടജാതിയുടെയും സാദൃശ്യമോ, ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിന്റെയും സാദൃശ്യമോ, ഇങ്ങനെ യാതൊന്നിന്റെയും പ്രതിമയായ വിഗ്രഹം ഉണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത്. അത് 20-ാം വാക്യം വരെ തുടരുന്നുണ്ട്. മോശ ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിങ്ങൾ നന്നായി സൂക്ഷിച്ചുകൊള്ളുവീൻ. ദൈവം നിങ്ങളോട് ഹോരേബിന്റെ മുകളിൽ വെച്ച് സംസാരിച്ചു. ദൈവം നേരിട്ട് വന്ന് നിങ്ങളോട് സംസാരിച്ചു. നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം നേരിട്ട് കേട്ടു. പക്ഷേ പറയുന്നു, നിങ്ങൾ
ദൈവത്തിന്റെ ശബ്ദം കേട്ടതല്ലാതെ രൂപമൊന്നും കണ്ടില്ലല്ലോ. അതുകൊണ്ട് മനുഷ്യന്റെയോ മൃഗജാതികളുടെയോ പക്ഷികളുടെയോ ഇഴജാതികളുടെയോ വെള്ളത്തിലെ ജീവികളുടെയോ ഒന്നിന്റെയും യാതൊരു രൂപങ്ങളും ഉണ്ടാക്കി അവയെ നമസ്കരിച്ച് നിങ്ങൾ വഷളത്വം പ്രവർത്തിക്കരുത്. മനുഷ്യരുടെ പാപത്തിൽ വീണുപോയ മനുഷ്യജാതിയുടെ എന്ന് പറയുന്നില്ല, പാപത്തിൽ വീണുപോയ മനുഷ്യരുടെ ഏറ്റവും വലിയ പാപമായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത് റോമർ 1-ാം അധ്യായത്തിലുണ്ട്. 20-ാമത്തെ വാക്യം മുതൽ നാം അത് കാണുന്നു. റോമൻസ് 1:20 ഫോളോയിങ്. അവിടെ ദൈവം പറയുന്നത്, ദൈവത്വത്തെ ദൈവം ആരെങ്കിലും വല്ലതും പറയായിരുന്നോ? ഇല്ല. ദൈവത്തിന്റെ ദൈവത്വത്തെ ദൈവം മനുഷ്യർക്ക് പ്രകൃതിയിലൂടെ, സൃഷ്ടിയിലൂടെ, നേച്ചറിലൂടെ വെളിപ്പെടുത്തി. പക്ഷേ ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുവാൻ മനുഷ്യർ പരാജയപ്പെട്ടു. എങ്ങനെ? അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, നാൽക്കാലി, പക്ഷികൾ, ഇഴജാതി തുടങ്ങിയവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. കണ്ടോ, പാപത്തിലകപ്പെട്ട മാനവജാതിയുടെ ഏറ്റവും മ്ലേച്ഛകരമായ പാപം സ്രഷ്ടാവായ ദൈവത്തെ സൃഷ്ടിയോട് ഉപമിച്ചു. അക്ഷയനായ ദൈവത്തെ ക്ഷയമുള്ള സൃഷ്ടികളോട് തുലനപ്പെടുത്തി. പേര് ഒരുപക്ഷെ സത്യദൈവത്തിൻ്റെത് തന്നെയായിരിക്കാം, പക്ഷേ രൂപഭാവങ്ങളൊക്കെ ദൈവമല്ലാത്തവയുടേതായി. ഇതാണ് മനുഷ്യൻ ചെയ്ത ദൈവത്തിന്റെ ദൈവത്വത്തിനെതിരായ ഏറ്റവും ഘോരമായ പാപം. അതുകൊണ്ട് ആ കാര്യത്തെ ഈ വെളിപ്പാട് പുസ്തകത്തിലും ഈ 19-ഉം 22-ഉം അധ്യായങ്ങളിൽ യോഹന്നാൻ ചെയ്ത ഈ പരാജയത്തിന്റെ ചിത്രത്തിലൂടെ, ചരിത്രത്തിലൂടെ ദൈവം വിലക്കുകയാണ്. അരുത്. ദൂതനെയാകട്ടെ, വിശുദ്ധന്മാരെ ആകട്ടെ, മനുഷ്യരിൽ ഏതെങ്കിലും തരത്തിലുള്ള വീരന്മാരെ ആകട്ടെ ആരാധിക്കരുത്. നമ്മുടെയുമൊക്കെ ഇടയിൽ ഒരുപക്ഷെ ഈ കുമ്പിടുന്ന പരിപാടി ഇല്ലായിരിക്കാം. എന്നാലും മനുഷ്യരോടും സഭാ നേതാക്കന്മാരോടുമൊക്കെ തോന്നുന്ന അമിതമായ പരിധി വിട്ടുള്ള സ്നേഹപ്രകടനങ്ങളാണോ, വിധേയത്വമാണോ, ആരാധനയാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മുടെ ഇടയിലും അങ്ങനെ പലയിടങ്ങളിലും കണ്ടുവരുന്നു. അത് പാടില്ലാത്തതാണ്. നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഇന്ന് നമ്മുടെയൊക്കെ പൊതുയോഗങ്ങളിൽ പ്രസംഗകനെ പരിചയപ്പെടുത്തുക എന്ന ഒരു ഇൻവേർട്ടഡ് കോമയ്ക്കകത്തിടുന്നു ശുശ്രൂഷ നമ്മൾ വെച്ചിട്ടുണ്ട്.
പ്രസംഗകനെ പരിചയപ്പെടുത്തുക. അത് ചിലർക്ക് കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക ശുശ്രൂഷയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ദൈവദാസന്റെ പ്രസംഗം കേട്ടു. അല്പം പ്രായമുള്ള ഒരു ദൈവദാസനാണ്. കേരളത്തിലെ ഏതോ ഒരു ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്നൊക്കെ ഉണ്ട്. പേര് എനിക്കറിയാവുന്ന ഒരു ദൈവദാസന്റെ പേരായിരുന്നു. അപ്പൊ അദ്ദേഹം തന്നെയാണോ എന്നറിയാൻ വേണ്ടി ഞാൻ അല്പസമയം ശ്രദ്ധിച്ചതാണ്. അപ്പൊ എനിക്ക് അദ്ദേഹത്തിന്റെ ആ പഠിപ്പീര് ഇഷ്ടപ്പെട്ടു. കുറച്ചു നേരം ഞാനത് കേട്ടു. അപ്പൊ ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. അദ്ദേഹം കുറെ വർഷങ്ങൾക്ക് മുമ്പ് എവിടെയോ ശുശ്രൂഷിക്കാനായിട്ട് ചെന്നു. അപ്പൊ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുക. അപ്പോൾ അദ്ദേഹം കുറെ ഇടങ്ങളിലൊക്കെ പോയിട്ടുണ്ട് ശുശ്രൂഷിക്കുവാനൊക്കെ. പക്ഷെ അദ്ദേഹം പോയിട്ടില്ലാത്ത പല സ്ഥലങ്ങളെക്കുറിച്ചും ഈ പരിചയപ്പെടുത്തുന്നയാള് ഒത്തിരി അങ്ങ് എടുത്തു പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പലയിടത്തും കേൾക്കുന്ന ഒന്നാണ് ഇദ്ദേഹം കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, പല വിദേശ രാജ്യങ്ങളിലും ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ദൈവദാസനാണ്. ചെല്ലയ്ക്കാണെങ്കിൽ വേറെ തിരിച്ചുമൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിലും കർത്താവ് ഉപയോഗിക്കുന്ന ദൈവദാസനാണെന്ന്. എന്നിട്ട് അങ്ങനെ എന്നിട്ട് പറഞ്ഞു, ഒരാള് ഒരിക്കൽ മാത്രം അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞത് മറക്കത്തില്ലെന്ന് പറഞ്ഞു. കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഭൂഗോളത്തിന് പുറത്തും ഇദ്ദേഹം കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരിക്കലും ഈ ഭൂമിയുടെ അറ്റത്തോളത്തിനപ്പുറത്ത് പോയിട്ടില്ല. ഭൂമിയുടെ അറ്റത്തോളം തന്നെ പോയിട്ടില്ല, അതിനപ്പുറത്തോട്ട് ഒരിക്കലും പോയിട്ടില്ല. ഇനി ഒരിക്കൽ പോകും, പോയാൽ പിന്നെ തിരിച്ചു വരുത്തുമില്ല. എന്ത് പറയാനാ? എനിക്ക് ഓർമ്മയുണ്ട് എന്നെക്കുറിച്ച് പറഞ്ഞത്, പാസ്പോർട്ട് പോലും ഇല്ലാതിരുന്ന ഒരു കാലത്ത് എന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തുക. അപ്പൊ പറഞ്ഞു, ഈ പറഞ്ഞതുപോലെയൊക്കെ തന്നെ കേരളത്തിലും ഞാൻ പിന്നെ കേരളത്തിന് പുറത്തായിരുന്നല്ലോ എൻ്റെ ശുശ്രൂഷ കാലങ്ങളൊക്കെ. ഇപ്പോഴും ഞാൻ അങ്ങനെയാണല്ലോ. അപ്പം കേരളത്തിലും കേരളത്തിന് പുറത്തും ഇന്ത്യയിലും ധാരാളം വിദേശ രാജ്യങ്ങളിലും കർത്താവ് ധാരാളം ഉപയോഗിക്കുന്ന ദൈവദാസന. എനിക്കാണെങ്കിൽ ഞാൻ നേപ്പാളിൽ പോലും പോയിട്ടില്ല. പാസ്പോർട്ട് ഇല്ലാതെ പോകാൻ പറ്റുന്ന നമ്മുടെ അയൽ രാജ്യങ്ങളിൽ പോലും ഞാൻ പോയിട്ടില്ല. പാസ്പോർട്ടേ ഇല്ല, എടുക്കാൻ പോലും ചിന്തിച്ചിട്ടില്ലാത്തൊരു കാലത്താണ് പറയുന്നത്. ഇതൊക്കെ ഒരു തരം കപടതയാണ്, ആത്മാർത്ഥമായിട്ടല്ല പറയുന്നത്. മറ്റു ചിലത് ആത്മാർത്ഥമായിട്ടാ പറയുന്നതെങ്കിലും അത് ഈ വ്യക്തികളോടുള്ള, നമ്മൾ സാധാരണ പറയുന്ന ഒരു വ്യക്തിപൂജയുടെ ഭാഗമാണ്. ഇനി ഒരാളിനെ നമ്മൾ യോഹന്നാൻ ചെയ്തതുപോലെ കാൽക്കൽ വീണ് നമസ്കരിച്ചില്ലെങ്കിലും ചിലരോട് നമുക്ക് തോന്നുന്ന അമിതമായ ഒരു ആരാധനാ മനോഭാവം, നമ്മൾ അറിയുന്നത് പോലെ ഫാൻ എന്നൊരു പ്രയോഗമായിരുന്നു. ഇന്നാളുടെ ഫാനാണ്. നമുക്കാരുടെയും ഫാൻ ആകേണ്ട. സ്തോത്രം. പൗലോസും പത്രോസും ഒക്കെ ആ കാര്യം വളരെ ഖണ്ഡിച്ച് സംസാരിക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അല്പം കർക്കശമായിട്ട് തന്നെ പൗലോസ് ആ കാര്യം ചോദിക്കുന്നുണ്ട്. ചിലർക്ക് ഓർമ്മ വന്ന് കാണും ചിലപ്പോൾ.
കൊരിന്ത്യ സഭയോട് പൗലോസ് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 12-13 വാക്യങ്ങൾ. What I mean is that each one of you says, I follow Paul, or I follow Apollos, or I follow Cephas, or I follow Christ. Is Christ divided? Was Paul crucified for you? Or were you baptized in the name of Paul? കണ്ടോ? Is Christ divided? Has Paul been crucified for you? Did you take baptism in the name of Paul? അരുത്. ക്രിസ്തു വിഭജിക്കപ്പെട്ടിട്ടുണ്ടോ? പൗലോസിന്റെ ഭാഗത്ത് പൗലോസ് എന്ന പേരിന് പകരം ഇന്ന് ഇങ്ങനെ ഫാനുകളുടെ തോളിലേറി നടക്കുന്ന പ്രസംഗകരെയും സഭാ നേതാക്കന്മാരെയും അവരുടെ പേര് ചേർത്തു. വേറെ ആരുടെയും ഞാൻ പറയുന്നില്ല, ഞാൻ എൻ്റെ പേരങ്ങ് ചേർത്തേക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടോ? എന്റെ നാമത്തിലാണോ നിങ്ങൾ സ്നാനമേറ്റത്? ഈ നിലകളിൽ വ്യക്തികളോടുള്ള ആരാധനാ മനോഭാവം നമ്മുടെ ഇടയിലും ഇന്ന് പ്രബലമായിട്ടുണ്ട്. അത് പാടില്ലാത്തതാണെന്ന് പറയാൻ വേണ്ടി അതിനിടയിൽ ഇത്രയും പറഞ്ഞു എന്നേ ഉള്ളൂ. നാം അതിനെ നിരുത്സാഹപ്പെടുത്തണം. തീർച്ചയായും യഹോവ ഭക്തന്മാരെ നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം. അത് ഒരു ആത്മീയന്റെ ലക്ഷണമാണ്. യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുക. വഷളനെ നിന്ദ്യനായിട്ട് എണ്ണുക. അത് സ്വർഗത്തിൽ പോകാൻ, കർത്താവിനോടുകൂടെ പോകാനുള്ള യോഗ്യതകളിൽ ഒന്നാണ്. 15-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. Psalms 15 and verse number 4. This is one of the qualifications for us to go with the Lord. Respect and also honor the people who fear the Lord. യഹോവ ഭക്തന്മാരെ മാനിക്കുക, ആദരിക്കുക. അവരോട് നമുക്ക് സ്നേഹം തോന്നുക. അത് തെറ്റല്ല. അത് നാം ചെയ്യണം. അത് ഭക്തന്മാരുടെ ഭക്തിയുടെ അടിസ്ഥാനപരമായ യോഗ്യതകളിലും ഒന്നാണ്. അത് പക്ഷേ ആരാധനയായിട്ട് മാറരുത്. ദൈവവചനം കോട്ടി മാറ്റുന്നവരോട് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അവരെ കുറിച്ചാണ് നമ്മൾ ഗിരിപ്രഭാഷണത്തിൽ മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ 15 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞത്. ആകാത്ത വേലക്കാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവരെ കുറിച്ചാണ് 2 പത്രോസ് 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. യൂദായുടെ ലേഖനം 4-ാം വാക്യം തൊട്ട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളവരോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണമെന്നതാണ്. തിരുവചനത്തെ കോട്ടിമാട്ടിക്കളയുന്നവരോട് നമുക്ക് സഖ്യതയരുത്. അവർ യഹോവ ഭക്തന്മാരല്ല. ഭക്തന്മാരാണെങ്കിൽ ഭക്തി മാത്രമല്ല, സത്യവും കൂടെ ഉള്ളവരായിരിക്കും. അപ്പോൾ യോഹന്നാൻ ചെയ്ത ആ തെറ്റ് നാം നമ്മുടെ ഇടയിലും ഈ നിലയിലൊക്കെ ചെയ്യാറുണ്ട്. പാടില്ല. പാസ്റ്റർ, ഞാൻ ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ.
ഈ നമ്മൾ വിഗ്രഹങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല, അതിനെ ആരാധിക്കുന്നില്ല, ഒക്കെ ശരി. എന്നാലും ഈ നമ്മുടെ വീട്ടിൽ ഷോക്കേസുകളില് ആന, കുതിര, ഈ ഈ വള്ളംകളിയുടെ ഒക്കെ നമ്മൾ ഇമേജ് വെക്കുന്നത് ഈസ് ഇറ്റ് സിൻ ഓർ റൈറ്റ്? ഇതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മള് പുറപ്പാട് പുസ്തകത്തിൽ വായിച്ച വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യാതൊന്നിന്റെയും പ്രതിമ, രൂപം ഉണ്ടാക്കരുത്, നമസ്കരിക്കരുത് എന്നുള്ള കൽപ്പന വെച്ച് ഇങ്ങനെയുള്ള യാതൊന്നുമേ പാടില്ല എന്ന് വിശ്വസിക്കുകയും വളരെ കാർക്കശ്യത്തോടെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട്. എന്നാൽ മറ്റൊരു കൂട്ടർ ഇതൊന്നും ഇപ്പം ഈ പറഞ്ഞതുപോലെ ആനയുടെയും കുതിരയുടെയും ഒക്കെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു രൂപം കണ്ടു, അത് വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ ഒരാൾ ഗിഫ്റ്റ് തരുന്നു, അത് വീട്ടിൽ വെച്ചിരിക്കുന്നു. ഒരു ആർട്ട് എന്ന നിലയിൽ, ഒരു കലാരൂപം എന്ന നിലയിൽ ഇങ്ങനെയുള്ള പ്രകൃതിദത്തമായ കാര്യങ്ങളെ വീട്ടിൽ സൂക്ഷിക്കുന്നവരുണ്ട്. ചിലർക്ക് അതിനോടൊരു കൂടുതൽ താല്പര്യം ഉള്ളവരുമുണ്ട്. അത് തെറ്റല്ല എന്ന് മനസ്സിലാക്കുന്നവരും ചിന്തിക്കുന്നവരുമുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കകം ഇങ്ങനെയുള്ള 1-2 കേസുകൾ അറിഞ്ഞു. അതിലൊന്ന് എനിക്ക് തോന്നുന്നു ഡോക്ടർ ബില്ലി ഗ്രഹാമിന്റെ ഒരു മെസ്സേജാണ്. മൊത്തം ഞാൻ കേട്ടില്ല, ഇങ്ങനെ പോയ വഴിക്ക്. അപ്പം അദ്ദേഹം പറഞ്ഞതിൻ്റെ സാരം, ഇങ്ങനെയുള്ളതൊന്നും നമ്മുടെ വീടുകളിൽ ഉണ്ടാകരുത്, അതിന്മേൽ സാത്താൻ ഒരു അവകാശം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് നേരിട്ടറിയാവുന്ന ഒരാളുമായിട്ട് സംഭാഷിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഒരു പ്രവാചകൻ ഒരു വീടിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ശാപമൊക്കെ മുറിച്ച് ഒഴിച്ച് പ്രാർത്ഥിച്ചു. ഒത്തിരി പ്രാർത്ഥനയും ഉപവാസവും കാര്യങ്ങളും ഒക്കെ നടത്തി. പക്ഷേ ഇവർക്ക് അങ്ങോട്ട് ഗതി വരുന്നില്ല. അപ്പോൾ ഈ പ്രവാചകൻ വീണ്ടും പറഞ്ഞു, വീട്ടിലിരിക്കുന്ന ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കളയണം. അവരിതെല്ലാം ഇങ്ങനെയൊക്കെ ഉള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കലാരൂപങ്ങളൊക്കെ, അതെല്ലാം ഇവർ കൊണ്ട് ഉപേക്ഷിച്ചു. എന്നിട്ടും കാര്യങ്ങൾ അങ്ങോട്ട് നടക്കുന്നില്ല ഉദ്ദേശിച്ചതുപോലെ. വീണ്ടും പ്രവാചകൻ പറഞ്ഞു എന്തെങ്കിലും അവിടെ കാണും. ഏതായാലും ഇവര് നോക്കിയിട്ട് ഒന്നുമില്ല. ഒടുവിൽ പ്രവാചകൻ തന്നെ വീട്ടിൽ വന്നു. വീട് മുഴുവനും ഈ പ്രവാചകൻ അരിച്ചു പെറുക്കി. അപ്പൊ സ്റ്റെയർ കേസിന്റെ കീഴിലെങ്ങാണ്ട് കൂട്ടിയിട്ടിരുന്ന കുറെ കച്ചടയ്ക്കകത്ത് ഒരു കുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെ കൊടുക്കുന്ന പോലത്തെ ഒരു ഏതാണ്ടൊരെണ്ണം കിട്ടി. അപ്പൊ ഇതാണ് നിങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമായിരുന്നതെന്നും പറഞ്ഞുകൊണ്ട് അതും കൊണ്ട് കളഞ്ഞു എന്ന് പറഞ്ഞു. വ്യക്തിപരമായിട്ട് എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളോട് യോജിപ്പില്ല. ആരാധനാ വസ്തുക്കൾ പരദൈവങ്ങളുടെ, ഈവൻ യേശുക്രിസ്തുവിൻ്റെതെന്ന് പറയപ്പെടുന്നത് പോലുമായ കുരിശുരൂപങ്ങൾ ഉൾപ്പെടെ, യേശുവിൻ്റെതെന്ന് പറയപ്പെടുന്ന രൂപങ്ങളോ ഫോട്ടോകളോ ഉൾപ്പെടെ പാടില്ല എന്ന വാദഗതിക്കാരനാണ് ഞാൻ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതല്ലാതെ ഒരു കലാരൂപം ഈ പറഞ്ഞതുപോലെയുള്ളത് എന്തെങ്കിലും കുട്ടികൾക്ക് കളിക്കാനോ അങ്ങനെയൊക്കെ ഉള്ളത്
വീട്ടിൽ വയ്ക്കുന്നതോ വീട്ടിൽ ഉണ്ടായിരിക്കുന്നതോ പാപമാണെന്നോ അത് നിമിത്തം പിശാചിന് കുടുംബത്തിന്മേൽ ഒരു അവകാശമുണ്ടാകുമെന്നോ വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നില്ല. ബൈബിൾ തീർച്ചയായും പറയുന്നത് ഇപ്പൊ നമ്മൾ വായിച്ച ഭാഗം, ഡ്യൂട്ടണോമി ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ആ ഭാഗം ആരാധനയുമായി ബന്ധപ്പെട്ടതാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലേതും ആരാധനയുമായി ബന്ധപ്പെട്ടതാണ്. അവയെ വീട്ടിലെങ്ങാണം അങ്ങനെയുള്ള സംഗതികൾ വെച്ചിട്ട് അതിനോടൊരു ആരാധന തോന്നിയാൽ അത് നാം മാറ്റിക്കളയേണ്ടത് തന്നെയാണ്. ഇപ്പൊ തന്നെ ചിലരുണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെ ആനകൾക്ക് ഫാൻ അസോസിയേഷൻ ഉണ്ട്. ആനകൾക്ക്, നോട്ട് ഓൺലി ഫോർ domesticated elephants, even for the wild elephants. കുറച്ച് നാൾ മുമ്പ് നമ്മൾ കണ്ടതാ അരിക്കൊമ്പന്റെ കാര്യമൊക്കെ. ആൾക്കാരെ അരിക്കൊമ്പന്റെ ഒക്കെ പേരിൽ തന്നെ എത്ര കേസാ കോടതികളിൽ ഫയൽ ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും എല്ലാം തീർപ്പായിട്ടില്ല. ഫാൻ അസോസിയേഷൻ. അപ്പം ആന അവർക്ക് അതൊരു മൃഗമാണെങ്കിൽ കൂടെ പാവം ഈ ആന ഇതൊന്നും അറിയുന്നില്ല. അതിന് ദൈവം കൊടുത്ത ശരീരവും അതിൻ്റെ ആരോഗ്യവും അതിൻ്റെ ഭംഗിയും അതിൻ്റെ സ്വഭാവം ഒക്കെ കൊണ്ട് അതിങ്ങനെ നടക്കുന്നു. അല്ലാതെ ഈ സാധനത്തിന് ഇതൊന്നും അറിഞ്ഞുകൂടാ. മനുഷ്യർക്ക് അതിനോട് ഒരു ആരാധന തോന്നി. അതുകൊണ്ടാണ് നമ്മുടെ പരേതനായ വി.എ. തോമസ് പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലെ ഒരു പ്രധാന വിഷയമായിരുന്നു ആരാധന എന്നുള്ളത്. ആരാധിക്കേണ്ടതാരെ, ആരാധിക്കേണ്ടാത്തതാരെ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗ പ്രമേയമായിരുന്നു അത്. ഹു ടു ബി വർഷിപ്പ്, ഹു നോട്ട് ടു ബി വർഷിപ്പ്. ആരാധിക്കേണ്ടത് ആരെയാണ്, ആരാധിക്കേണ്ടാത്തത് ആരെയാണ്. അതിങ്ങനെ അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ പറയാറുണ്ട്, ആരാധനയ്ക്ക് കാരണം മനുഷ്യരുടെ പൊതുവായിട്ടുള്ള കാരണമാണ്. ആരാധനയ്ക്ക് കാരണം അല്ലെങ്കിൽ ആരാധനയുടെ ഉറവിടം ഭയമാണ്. ഭയമാണ്. ഇപ്പൊ നമ്മൾ വായിച്ച ആവർത്തന പുസ്തകം 4-ാമത്തെ അധ്യായത്തിന്റെ 15-ഉം 16-ഉം വായിച്ചല്ലോ. 17-ഉം 18-ഉം കൊണ്ടൊന്ന് വായിച്ചു. 17-18. The likeness of any animal that is on earth, the likeness of any winged bird that flies in the air, the likeness of anything that creeps on the ground, the likeness of any fish that is in the water under the earth. Yeah, continue, Mane. And beware lest you raise your eyes to heaven, and when you see the sun and moon and the stars, all the host of heaven, you be drawn away and bow down to them and serve them. Things that the Lord your God has allotted to all the peoples under the whole heaven. See, this amazement is one of the reasons or one of the key foundations of worship. Amazement. In other words, fear. ഒരു അത്ഭുതം തോന്നുക, ഭയം തോന്നുക. അപ്പോൾ ഈ അത്ഭുതവും ഭയവും ഒക്കെയാണ് ഈ ജാതീയ ആരാധനകളുടെ ഉത്ഭവസ്ഥാനം, സ്രോതസ്. അതുകൊണ്ട് ദൈവം പറയുന്നു, നീ ഈവൻ ആകാശത്തിലേക്ക് കണ്ണുയർത്തി നോക്കുമ്പം ആകാശ സൈന്യം എന്നവിടെ പറഞ്ഞിരിക്കുന്നത് സോളാർ സിസ്റ്റം ആകട്ടോ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും. The host of heaven mentioned over there in 19 and 20, it's about sun, moon and stars. സൂര്യ ചന്ദ്ര നക്ഷത്രാദികളെയാണ് അവിടെ ആകാശ സൈന്യമെന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനെയൊക്കെ കണ്ടിട്ട് പ്രിമിറ്റീവ് മാൻ, പ്രാചീന മനുഷ്യന് ഭയം തോന്നി. അവയോട്, അയ്യോ
ഞങ്ങളെ കൊല്ലല്ലേ. നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ ആൾക്കാര് രാവിലെ ജോലിക്ക് പോകുമ്പം റെയിൽവേ പാളം മുറിച്ച് കടക്കുന്ന സമയത്ത്, കേരളത്തിൽ എന്ത് മാത്രം ഉണ്ടെന്നറിയില്ല, ഇവിടെയൊക്കെ ഉണ്ട്, റെയിൽവേ പാളത്തിൽ കുനിഞ്ഞ് ചില ഒരു പ്രാവശ്യം കൊണ്ടും വെക്കും, ചിലാണെങ്കിൽ 3 പ്രാവശ്യം റെയിൽവേ പാളത്തെ തൊട്ട് തൊഴുതിട്ടേ ക്രോസ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഭയത്തിൽ നിന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. മറ്റൊന്ന്, ഫോർ വീലർ കയറുമ്പോഴും ചിലപ്പോൾ ചെയ്യും. എന്തോ വണ്ടിയിൽ മറ്റു വാഹനങ്ങളിൽ കയറാൻ നേരത്തെ ചിലർ ചെയ്യാറുണ്ട്. അതെ അതെ. അപ്പൊ ഭയത്തിൽ നിന്നും, 2 അത്ഭുതത്തിൽ നിന്നുമാണ്. ആനയോട് തോന്നുന്നത് ഭയവുമുണ്ട്, അതിനേക്കാൾ കൂടുതൽ അത്ഭുതമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ആരാധന നമ്മുടെ വീട്ടിലിരിക്കുന്ന അല്ലെ കൊണ്ടുവച്ചിരിക്കുന്ന കലാരൂപമായ ആനയോട്, ആ ആനയുടെ ഉദാഹരണത്തിന് അങ്ങ് എടുക്കുക, തോന്നുന്നെങ്കിൽ അതെന്തായി? അത് പാപമായി. അത് നമ്മൾ വീട്ടിൽ വെച്ചേക്കണ്ട. അതിനോട് നമുക്കൊരു പ്രത്യേക അടുപ്പവും ഒരു ഹൃദയത്തിനകത്തൊരു സന്തോഷവും അതിനെക്കുറിച്ചൊരു എന്താണ് പറയുന്നത്, അഹങ്കാരവും ഒക്കെ തോന്നുന്ന നിലയിലേക്ക് വരുന്നെങ്കിൽ അത് നമുക്ക് വിഗ്രഹമായിരിക്കും. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. ഇങ്ങനെയുള്ള രൂപങ്ങളും വിഗ്രഹങ്ങളും മാത്രമല്ല, നമ്മുടെ പെന്തക്കോസ്ത് ഭാഷയിൽ അങ്ങ് പറയാം, നമ്മുടെ സൺഡേ സ്കൂളിന്, യൂത്ത് മീറ്റിംഗ്സിന്, ലേഡീസ് മീറ്റിങ്ങിന് ഒക്കെ പല കോമ്പറ്റീഷൻസ് ഉണ്ടാകാറുണ്ട്. ഇന്ന് നമ്മളതിനെ കോമ്പറ്റീഷൻ എന്ന് വിളിക്കാറില്ല, ടാലന്റ് ടെസ്റ്റ് എന്ന് വിളിക്കുന്നതേ ഉള്ളൂ. അതിൽ എന്തോ ഒരു വാശിയും വീറുമാ മത്സരിക്കാൻ. അതിൽ കിട്ടുന്ന സമ്മാനങ്ങൾ, മെഡലുകൾ ഒക്കെ നമ്മളിങ്ങനെ കപ്പുകൾ ഒക്കെ നിരത്തി വെച്ച് അതിലൊക്കെ വല്ലപ്പോഴുമെങ്കിലും ഒക്കെ ഒന്ന് നോക്കി കോളർ പിടിക്കുന്ന നിലയുണ്ടെങ്കിൽ ഈ അമ്യൂസ്മെന്റ് ആൻഡ് അമേസ്മെന്റ് അവിടെയും വന്നു കഴിഞ്ഞു. പാപമാണ്. നമ്മളിനിയും അങ്ങനത്തെ ഒരു സമ്മാനം പ്രതീക്ഷിച്ചു കിട്ടിയില്ലെങ്കിൽ ഒരു സന്തോഷവും ഇല്ലാത്ത നിലയിലായിരിക്കത്തില്ലേ? അങ്ങനെയെങ്കിൽ അത് നമുക്ക് വിഗ്രഹമായി മാറി. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് ലൂക്കോസ് 10:20, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന നിങ്ങളുടെ ശുശ്രൂഷയുടെ വിജയത്തിൽ പോലും നിങ്ങൾ സന്തോഷിക്കരുത്. ഒറ്റ കാര്യത്തിലേ ആകാവൂ, പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടെന്നുള്ളത്. സ്തോത്രം. അത് എഡ്യൂക്കേഷന്റെ ഡിഗ്രികളിലായാലും മാർക്കുകളിലായാലും ഏത് നേട്ടങ്ങളിലായാലും നാം അമിതമായിട്ടുള്ള ആ ഒരു താല്പര്യവും സന്തോഷവുമൊക്കെ ഈ വകുപ്പിൽപ്പെടുന്നതാണ്. അതിന് നമുക്ക് ഈ പറയപ്പെട്ട രൂപങ്ങളും വിഗ്രഹങ്ങളും ഒന്നും വീട്ടിൽ വേണമെന്നില്ല. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ മതി. നമ്മള് മത്തായി 5, 6, 7 അധ്യായങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പഠിച്ച സമയത്താണ്, നിങ്ങൾക്ക് ഓർമ്മ കാണും, നമ്മുടെ ഡോക്ടർ സാജു ഒരിക്കൽ പറഞ്ഞത്, അദ്ദേഹം
ഡോക്ടറാണ്, മെഡിക്കൽ ഡോക്ടർ, അവർക്ക് ആ ടൈറ്റിൽ വെക്കുന്നത് സാധാരണമാണ്. നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന സമയത്തും അദ്ദേഹം അങ്ങനെ വെച്ചുകൊണ്ടാണ് ഇരുന്നത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം വയ്ക്കാറില്ല. അന്ന് അദ്ദേഹം നമ്മളോട് പറഞ്ഞായിരുന്നു, അത് പ്രൊഫഷണലി അദ്ദേഹത്തിന് വെച്ചേ പറ്റൂ, വെക്കുകയും വേണം, അതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ അതല്ലാതെ യോഗങ്ങളിൽ കൂടുമ്പോഴോ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലോ അവിടെ ഉള്ള ഡോക്ടർ എന്ന ആ ഒരു എന്താണ് പറയുന്നത് ടൈറ്റിൽ ഡെസിഗ്നേഷൻ വെക്കില്ല. കാരണം എന്താ, അത് തനിക്ക് ഞാൻ ഡോക്ടറാണെന്ന ഒരു ഭാവം തന്നിൽ ജനിപ്പിക്കുന്നെങ്കിൽ അതെന്തായി മാറി? വിഗ്രഹമായി മാറി. ഞാൻ പാസ്റ്റർ സോ ആൻഡ് സോ എന്നത് ഇപ്പൊ എന്നെ തിരിച്ചറിയാൻ വേണ്ടി ഒരാളെ വിളിക്കുന്നെങ്കിലോ ഒന്നും കുഴപ്പമില്ല. അതേസമയം ഞാൻ പാസ്റ്റർ സോ ആൻഡ് സോ എന്നത് എനിക്കൊരു അഭിമാനത്തിന്റെ വിഷയമാണെങ്കിൽ, കർത്താവിന്റെ വേലയ്ക്ക് വിളിച്ചു എന്നുള്ളത് എനിക്ക് അഭിമാനം തന്നെയാണ്, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ പാസ്റ്റർ സോ ആൻഡ് സോ എന്നുള്ളത് എന്നെ എന്തോ ആക്കുന്നെങ്കിൽ അത് വിഗ്രഹാരാധനയാണ്. എന്നെ ഒരാൾ ബ്രദറെ എന്ന് വിളിച്ചാൽ എനിക്കൊരു ചെറിയ പ്രയാസം തോന്നിയാൽ, ഇനിയും എന്നെക്കാൾ മൂത്ത ഒരാൾ ബ്രദറെ എന്നും വിളിക്കുന്നില്ല, അങ്ങ് വെറും പേരങ്ങ് വിളിക്കുക, എൻ്റെ മനസ്സിലെങ്കിലും ഒന്ന് ബ്രദറെ എന്നെങ്കിലും ഒന്ന് വിളിച്ചുകൂടെ, വലിയപ്പോട്ട് മൂത്ത ആളാണെങ്കിൽ എന്നെ മോനെന്നെങ്കിലും ഒന്ന് വിളിച്ചുകൂടെ, എനിക്കൊരു സന്തോഷമാകത്തില്ലേ എന്ന ഒരു ഭാവം എനിക്ക് വന്നാൽ അത് വിഗ്രഹാരാധനയായി. അവയൊന്നും പാടില്ല, അത്രയും പോലും നമ്മുടെ ഹൃദയങ്ങളിൽ പാടില്ല. അതുകൊണ്ട് ഈ രണ്ട് നിലയിൽ ആ ചോദ്യത്തിന് ഉത്തരം നമ്മുടെ ഇടയിലെ ശുശ്രൂഷകന്മാർ തരാറുണ്ട്. ഇന്നുവരെ എനിക്ക് കിട്ടിയിരിക്കുന്ന കാഴ്ചപ്പാടിന്റെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത്. ഇപ്പൊ വീട്ടിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഗതി വെക്കുന്നത്, ഇനി ഒരാൾക്ക് തോന്നുക ഇതിവിടെ ഇരിക്കുന്നത് പാപമാ, സാത്താന് ഒരു പ്രവേശിക്കാൻ ഒരു സംഗതിയാണെന്ന് മനസാക്ഷി കുത്തുണ്ടെങ്കിൽ വെച്ചേക്കണ്ട, കളഞ്ഞേര്. അതല്ലാതെ എൻ്റെ വേദപുസ്തക പഠനത്തിൽ നിന്ന് ഇതുവരെ, നാളെ അത് മാറിക്കൂടായികയില്ല, ഇതുവരെയുള്ള എൻ്റെ തിരുവചന പഠനത്തിൽ നിന്ന് ഇങ്ങനെയുള്ള സാധാരണപ്പെട്ട കാര്യങ്ങൾ വയ്ക്കുന്നത് സാത്താന് കയറി കൂടാൻ പറ്റുന്ന ഒരു സംഗതിയായിട്ട് ഞാൻ കാണുന്നില്ല. അത് നിമിത്തം നമ്മുടെ നന്മകളും അനുഗ്രഹങ്ങളും മുടക്കപ്പെടുകയും രോഗങ്ങളും മരണങ്ങളും വീട്ടിൽ വരികയും ഉണ്ടാവുകയും ഒക്കെ ചെയ്യും എന്ന ഉപദേശത്തോട് എനിക്ക് യോജിപ്പില്ല. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കാണുമായിരിക്കും. എൻ്റേത് ചോദിച്ചത് കൊണ്ട് എൻ്റെ അഭിപ്രായവും കൂടെ പറഞ്ഞു, രണ്ട് തരത്തിലുള്ള ചിന്തകളും പങ്കുവച്ചു എന്ന് മാത്രം. ഓക്കെ പാസ്റ്റർ, താങ്ക് യു. ഓക്കെ ചാ. ശരി, നമുക്ക് മടങ്ങി വരാം. അവിടെ നമ്മൾ കാണുന്നത് യോഹന്നാൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു, ദൂതൻ തന്നെ വിലക്കുന്നു, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞിരിക്കുന്നു. അത് പഴയ പുതിയ നിയമങ്ങളുടെ ഏറ്റവും കാതലായ കാര്യമാണ്. ആരാധനയ്ക്ക് യോഗ്യൻ ദൈവം മാത്രം. അതിന് കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞു, ഏറ്റവും അടിസ്ഥാന ആരാധനയുടെ യോഗ്യത എന്ന് പറയുന്നത് ദൈവത്വം ആണ്. ദൈവത്വത്തിന്റെ പല ഘടകങ്ങളുണ്ട്. അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒറ്റ വാക്കിൽ ദൈവത്വം മാത്രമാണ് ആരാധനയ്ക്കുള്ള ഏക യോഗ്യത. ആ ദൈവത്വമില്ലാത്ത ആരും ഒന്നും
ആരാധനയ്ക്ക് യോഗ്യം അല്ല. അത് നമ്മൾ തിരിച്ചറിയുക. എന്ന് വെച്ചാൽ നമ്മെ ഭയപ്പെടുത്തേണ്ടതും നമ്മെ അത്ഭുതപ്പെടുത്തേണ്ടതും എല്ലാം ആര് തന്നെയാകണം? ദൈവം. സ്തോത്രം. ദൈവത്തിന്റെ മഹത്വമാണ് നമ്മെ അത്ഭുതപ്പെടുത്തേണ്ടത്. സ്തോത്രം. ആനയോ സൂര്യനോ ചന്ദ്രനോ അല്ല നാസ പോലെയുള്ള വലിയ പ്രസ്ഥാനങ്ങളുടെ കണ്ടുപിടുത്തങ്ങളോ ഇതൊന്നും നമ്മെ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു പരിധിക്കപ്പുറത്തേക്ക് മനുഷ്യന്റെ ബുദ്ധിയുടെ സന്തതി എന്ന നിലയിൽ തീർച്ചയായും നമ്മൾ അഡ്മയർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനപ്പുറം ദൈവത്തിന്റെ മഹത്വത്തെ കവിഞ്ഞുള്ള ഈ വിഷയങ്ങളിൽ ചിന്തിക്കുന്ന ധ്യാനിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകാൻ പാടില്ല. ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് നമുക്ക് അറിയാം. യേശു കർത്താവും സാത്താനോട് ആ കാര്യം പറഞ്ഞതൊക്കെ നമുക്ക് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നിന്ന് അറിയാമല്ലോ. അവനെ ഒന്ന് വീണ് നമസ്കരിക്കാൻ പറഞ്ഞപ്പോൾ കർത്താവ് അതിനെ വിലക്കിയതും ഉത്തരം കൊടുത്തതും ഒക്കെ നമുക്ക് പരിചയമുള്ളതാണ്. മറ്റൊരു കാര്യം എന്താ രാജു ബ്രദറെ? പക്ഷേ ഈ പല വീടുകളിൽ കണ്ടിട്ടുണ്ട്, ഫാമിലി മെമ്പേഴ്സിന്റെ ഫോട്ടോസ് എല്ലാം ഇങ്ങനെ നിറച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് റോങ് റൈറ്റ്? എങ്ങനെ? ഫാമിലി ജീവിച്ചിരുന്ന അസലായ മനുഷ്യരുടേതല്ലേ? അല്ല, മരിച്ചവരുടേതും ഉണ്ട്, ജീവിച്ചിരുന്ന പല അസലായ മനുഷ്യരുടേതാണല്ലോ, അവരുടെ കുടുംബാംഗങ്ങളുടേതാണല്ലോ. ഓക്കെ. ചിലര് ഭിത്തിയിൽ വെക്കും, ചിലർ അലമാരിയിൽ വെക്കും, ചിലര് ആൽബത്തിൽ സൂക്ഷിക്കും, മറ്റു ചിലര് CD-ക്കകത്തും നമ്മുടെ കമ്പ്യൂട്ടറിലും മൊബൈലിലും ഒക്കെ ആയിട്ട് സൂക്ഷിക്കും. നമ്മുടെ കുടുംബാംഗങ്ങളുടേതല്ലേ? ഓക്കെ, താങ്ക് യു. ചിലര് ചില സഭകളിൽ അവിടെ ഇരുന്ന പാസ്റ്റേഴ്സിന്റെ എല്ലാവരുടെയും ഫോട്ടോസ് സൂക്ഷിക്കുന്ന സഭകളുണ്ട്. മരിച്ചു പോയതുകൊണ്ടല്ല, ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള സഭകളാണല്ലോ നമ്മുടേത്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നവരുണ്ട്. ചില സഭകളിലാണെങ്കിൽ ആ സഭയുടെ സ്ഥാപകന്റെ ഫോട്ടോ വെച്ച് അതിനോടൊരു പ്രത്യേക, പക്ഷേ ആ ഫോട്ടോയൊക്കെ വെക്കുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെയുള്ള ആരാധനയുടെ ഭാഗമായിട്ട് ആകരുത്. വെറും ഒരു ഓർമ്മയ്ക്കും ബഹുമാനത്തിനുമൊക്കെ വേണ്ടി വെച്ച് പിൽക്കാലത്ത് അതൊരു ആരാധനയായി മാറിയ പല സംഭവങ്ങളുമുണ്ട്. അതൊക്കെ ഒഴിവാക്കുക തന്നെയാണ് ഉത്തമം. നമ്മുടെയൊന്നും വീടുകളിൽ പണ്ട് ആരുടെയും ഫോട്ടോസ് വെക്കുകയില്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെ എല്ലാ വീടുകളിൽ ഫോട്ടോസ് വെക്കാറുണ്ട്. പക്ഷെ അതൊന്നും സാത്താൻ അവകാശം പറയുന്ന പാപങ്ങളായിട്ട് കണക്കാക്കേണ്ട കാര്യം ഇല്ല. വീട്ടുകാരെ പണ്ടൊക്കെ ആണെങ്കിൽ വീട്ടുകാരെല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നത്, അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഫോട്ടോ വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പം അപ്പനും അമ്മയും ഒരിടത്ത്, മക്കള് വേറെ പലയിടത്തും. അപ്പോൾ അവരുടെയൊക്കെ ഫോട്ടോ എന്നും ആൽബത്തിൽ പോയി തപ്പാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവരുടെ ഫോട്ടോസ് ആ നിലയിൽ വെക്കുന്നതിൽ അതിനകത്ത് പാപം ഞാൻ കാണുന്നില്ല. അപ്പനും അമ്മയും മരിച്ചുപോയി,
അവരുടെ ഫോട്ടോസ് വെക്കുന്നതും പാപമായിട്ട് തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ കാണുവാൻ എനിക്ക് സാധിക്കുന്നില്ല. അതേലെ ഒരു വിളക്കൊക്കെ ലൈറ്റും ഒക്കെ കത്തിച്ച് രാത്രിയിൽ ഇടുന്നതോ? ലൈറ്റ് കത്തിച്ചിടുന്നത് മരിച്ചുപോയവരുടെയാ. അപ്പം ദൈവങ്ങളുടെയും ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വിഗ്രഹാരാധനയോടുള്ള ബന്ധത്തിൽ. വീട്ടിലൊരു ഫോട്ടോ, പല ഫോട്ടോസ് ഉണ്ട്, അതിൽ ഒരു ഫോട്ടോ അതിൽ ഒന്നുകിൽ മാല ഇട്ടേക്കുന്നു അല്ലെങ്കിൽ ലൈറ്റ് കത്തിച്ചേക്കുന്നു. അർത്ഥം ആ ആള് ജീവനോടിരിപ്പില്ല. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിൻ്റെതെന്നും പറഞ്ഞ് ഒരു ഫോട്ടോ വെച്ചിരിക്കുന്നു. അതിൻ്റെ മുമ്പിൽ ഈ പറഞ്ഞതുപോലെ മെഴുകുതിരിയോ അല്ല ഇലക്ട്രിക് ബൾബോ എന്തെങ്കിലും കത്തിച്ച്, ചിലപ്പോൾ ബൾബ് തന്നെ മാല രൂപത്തിലിടുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ആ ദൈവം ജീവനോടിന്നില്ലെന്നല്ലേ? അപ്പം മരിച്ചുപോയവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് പെന്തക്കോസ്തുകാര് ലൈറ്റ് കത്തിക്കാറുണ്ടോ എന്നെനിക്ക് തോന്നുന്നില്ല. അത് സാധാരണ ആരാധനയുമായി ബന്ധപ്പെട്ട് നോൺ പെന്തിക്കോസ്റ്റൽസ് അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ അത് തെറ്റായിട്ടുള്ള പ്രവണതയാണ്. ഫോട്ടോ വെക്കുന്നതും അതിൽ അലങ്കാരങ്ങൾ നടത്തുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് പാടില്ല. ഓക്കെ, സ്തോത്രം. താങ്ക് യു പാസ്റ്റർ. ഓക്കെ, സ്തോത്രം. യെസ്, ഓഫ് കോഴ്സ്. ഇപ്പൊ നമ്മുടെ മാതാപിതാക്കളുടേതോ അങ്ങനെയുള്ളവരുടെ ഫോട്ടോസ് സൂക്ഷിക്കുന്നത്, കാണുന്നത്, അവരെ ഓർക്കുന്നത് അതൊന്നും ഒരിക്കലും പാപമല്ല. എന്നാൽ ആരാധനയുടെ നിലയിലേക്ക് പോകുന്നതിനോ ഒന്നുമല്ലത്, ഓർമ്മയ്ക്ക് വേണ്ടിയാണ്. ഫോട്ടോസ് എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിലെ ഓർമ്മകൾക്ക് വേണ്ടിയിട്ടാണല്ലോ. പ്രത്യേകിച്ച് ഈ കാലത്ത് ഡിജിറ്റൽ സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് അത് പ്രയോജനപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ പാപമായിട്ട് കാണേണ്ട ആവശ്യം ഇല്ല. ശരി, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ആക്ച്വലി ഇന്ന് നമ്മുടെ ബുധനാഴ്ച നമ്മൾ 8 മണി തൊട്ട് മീറ്റിംഗ് വെക്കുന്നത് 9:30 മുതൽ മറ്റൊരു മീറ്റിംഗ് ഉള്ളത് കൊണ്ടാണല്ലോ. എന്നാലും ഞങ്ങളുടെ ഈ യാത്ര നേരത്തെ ക്രമീകരിച്ചതായിരുന്നത് കൊണ്ട് ഇന്ന് എനിക്ക് ക്ലാസ്സിൽ സംബന്ധിക്കാൻ പറ്റുമെന്ന് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ അവരോട് ഇന്ന് പറ്റില്ലെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇന്നലെ കുഴപ്പമില്ല എന്ന് വന്നപ്പോൾ അവർക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ഉണ്ടാവില്ലെന്ന് പറഞ്ഞതുകൊണ്ട് അവര് മറ്റൊരാളിനെ ഇന്നത്തേക്ക് ക്ഷണിച്ചു. അതുകൊണ്ട് ഇന്ന് എനിക്ക് 9:30 ശേഷം ആ മീറ്റിംഗ് ഇല്ല. അതുകൊണ്ട് അല്പസമയം കൂടെ എടുത്താൽ കുഴപ്പമില്ലല്ലോ. 9:30 നോർമൽ ടൈമിൽ പോട്ടെ. അപ്പം 9:30 കഴിഞ്ഞ് ഇച്ചിരി കൂടെ ഇന്ന് പോകാം. എന്നാലും 10 വരെ നിങ്ങളെ വിഷമിപ്പിക്കണമെന്ന് തോന്നുന്നില്ല. നോക്കട്ടെ. ഞങ്ങൾക്ക് വിഷമമില്ല, പാസ്റ്റിന് വിഷമമുണ്ടല്ലേ ഉള്ളൂ. എനിക്ക് കുഴപ്പമില്ല. സ്തോത്രം. അപ്പൊ നമുക്ക് ഈ വാക്യം ഇന്നങ്ങ് ഞങ്ങൾക്ക് അത്രയും കുഴപ്പമില്ല. എന്തോ ഞങ്ങൾക്ക് അത്രയും പോലും കുഴപ്പമില്ല എന്ന് പറയാം. ഓക്കെ, താങ്ക് യു. അപ്പം ഈ വാക്യം നമുക്ക് ഇന്ന് അങ്ങ് ഉപസംഹരിക്കാമെന്ന് കരുതുകയാണ്. അപ്പൊ ഈ 10-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗമാണ് നാം ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. യോഹന്നാൻ ദൂതനെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്നതും അദ്ദേഹം അത് വിലക്കുന്നതും ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന കൽപ്പന കൊടുക്കുന്നതും. അടുത്ത ഭാഗം ഒന്നും കൂടെ 10-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. Then I fell down at his feet to worship him. But he said to me, "You must not do that. I'm a fellow servant with you
and your brothers who hold to the testimony of Jesus. Worship God. For the testimony of Jesus is the spirit of prophecy. ഇവിടെ testimony of Jesus and the testimony of Jesus is the spirit of prophecy. ആ ഭാഗം കൂടെയാണ് നമുക്കിനി മനസ്സിലാക്കാനുള്ളത്. ബാക്കി നിനക്കും നിന്റെ സഹോദരന്മാർക്കും അല്ലെങ്കിൽ പ്രവാചകന്മാരായ നിന്റെ സഹോദരന്മാർക്കും ഒക്കെ സഹഭൃത്യനാണ് എന്ന് പറയുന്ന അർത്ഥവും നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഇനിയും നമുക്ക് അവിടെ നിന്നും പഠിക്കുവാനായിട്ടുള്ളത് ക്രിസ്തുവിന്റെ സാക്ഷ്യം അല്ലേ. പിന്നെ പറയുന്നു ക്രിസ്തുവിന്റെ സാക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? പ്രവചനത്തിന്റെ ആത്മാവ്. പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ. ഇവിടെ ആ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ക്രിസ്തുവിന്റെ സാക്ഷ്യം, ദ ടെസ്റ്റിമണി ഓഫ് ജീസസ്. ടെസ്റ്റിമണി എന്നും അതിനെ വിളിക്കാം, വിറ്റ്നസ് എന്നും പറയാം, സാക്ഷ്യം. ഇപ്പൊ ടെസ്റ്റിമണി അല്ലെങ്കിൽ വിറ്റ്നസ്, സാക്ഷ്യം എന്നുള്ളതിൻ്റെ മൂലവാക്ക് നമുക്ക് അറിയാവുന്നതാണ് മാറ്റൂരിയ. മാറ്റൂരിയ, മാറ്റൈറിയ എന്നും പറയാറുണ്ട്. ആ മാറ്റൂരിയയിൽ നിന്നാണ് മാറ്റൂരിയോസ്. മാറ്റൂരിയോസ് ഏകവചനമാണ്. അതിൽ നിന്നുമാണ് മാറ്റിയേഴ്സ് എന്ന ഇംഗ്ലീഷ് വാക്ക് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാറ്റൂരിയയിൽ നിന്ന് മാറ്റിയേഴ്സ് ഇംഗ്ലീഷ് പദത്തിന്റെ അർത്ഥമാണ് നമുക്കറിയാവുന്നത് മാറ്റിയർ, രക്തസാക്ഷി എന്ന്. അപ്പോൾ ഒരു യഥാർത്ഥ സാക്ഷി, എ ട്രൂ വിറ്റ്നസ്, ട്രൂ ടെസ്റ്റിഫൈയിങ് ഈസ് testifying to a fact or a person or a truth both by life and by words. വാക്കുകൾ കൊണ്ടും ജീവിതം കൊണ്ടും ഒരു വസ്തുതയെ, ഒരു വ്യക്തിയെ, ഒരു യാഥാർത്ഥ്യത്തെ സാക്ഷീകരിക്കുക അല്ലെങ്കിൽ സത്യമെന്ന് തെളിയിക്കുക എന്നതാണ്. മനസ്സിലായോ? അതാണ് സാക്ഷ്യം. അപ്പൊ ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് രണ്ട് തരത്തിലുള്ള സാക്ഷീകരണത്തെക്കുറിച്ചാണ്. ഒന്ന് സബ്ജക്റ്റീവ് ജെനിറ്റീവ് and another one is objective genitive. Subjective and objective testimony എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വിറ്റ്നസിംഗ് എന്ന് വെച്ചാൽ ഒന്നാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വന്നാൽ, ഒന്നാമത്തെ അധ്യായത്തിലേക്ക് വന്നാൽ ഒന്നാമത്തെ വാക്യം നമുക്ക് പരിചയമുള്ളതാണെങ്കിൽ ഒന്നും കൂടെ വായിച്ചാട്ടെ. 1:1. The revelation of Jesus Christ, which God gave him to show to his servants the things that must soon take place. He made it known by sending his angel to his servant John. Subjective and objective testimony means when
Jesus is the subject of testimony. That is the subjective genitive. When Jesus is the object of testimony, that is objective genitive. രണ്ട് തരത്തിലുള്ള സാക്ഷീകരണം. ഒന്ന്, ക്രിസ്തുവിനെ കുറിച്ച് ഉള്ള സാക്ഷീകരണമുണ്ട്. ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷീകരണം. മറ്റൊന്ന്, ക്രിസ്തു നൽകുന്ന സാക്ഷീകരണം. ക്രിസ്തുവിനെ കുറിച്ച്, രണ്ട്, ക്രിസ്തു നൽകുന്ന. ഈ രണ്ട് തരത്തിലെ സാക്ഷീകരണത്തെയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ പലയിടങ്ങളിലും നമുക്ക് യേശു ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നതായിട്ട് കാണാം. പുതിയ നിയമത്തിൽ നമ്മളും അപ്പോസ്തലന്മാരും ദൈവസഭയും ഇന്നും നാമും ചെയ്യുന്നതും അത് തന്നെയാണ്. In the Old Testament, many prophets, they testified about Jesus. Testified about Jesus. The apostles and the early church did testify Jesus. Even today, we do the same. സ്തോത്രം. അപ്പോൾ ഒന്നാമത്തെ അധ്യായത്തിൽ ക്രിസ്തുവിന്റെ വെളിപ്പാട് പ്രാപിച്ചിട്ട് യോഹന്നാൻ നമുക്ക് പകർന്നു തരുന്ന കാര്യമാണ് പറഞ്ഞത്. അതുപോലെ 1:5 വാക്യത്തിനകത്ത് 1:5 And from Jesus Christ, the faithful witness. Enough. Jesus is the faithful witness there. അവിടെ യേശു ക്രിസ്തുവാണ് വിശ്വസ്ത സാക്ഷി. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യമുണ്ട്. 1:9 വായിച്ചാട്ടെ. 1:9. I, John, your brother and partner in the tribulation and the kingdom and the patient endurance that are in Jesus, was on the island called Patmos on account of the word of God and the testimony of Jesus. Here, John is the witness to Jesus. John says, I was in Patmos because of the testimony of Jesus. കണ്ടോ, 1:1 വാക്യത്തിൽ ക്രിസ്തുവിന്റെ വെളിപ്പാട് യോഹന്നാൻ നമുക്ക് പകരുകയാണ്. കുറെ കൂടെ അടുത്തേക്ക് വന്നപ്പോൾ 1:4, 1:5, 4 അവസാനം 5 തുടക്കത്തിൽ യേശു ക്രിസ്തുവിനെ വിശ്വസ്ത സാക്ഷി എന്ന് വിളിക്കുന്നു. ഇവിടെ 1:9 യോഹന്നാൻ യേശു ക്രിസ്തുവിന്റെ സാക്ഷി എന്ന് പറയുന്നു. അതുകൂടാതെ ഒത്തിരി ഭാഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇത്രയും, അല്ലെങ്കിൽ തെളിവിന് ഇത്രയും എടുത്ത് കാണിച്ചു എന്നേ ഉള്ളൂ. യേശു കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യം നമുക്കറിയാം. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുമായിട്ട് യേശു ക്രിസ്തു ഇങ്ങനെ വഴിയിൽ സംവദിക്കുമ്പോൾ യേശു ആണെന്ന് വെളിപ്പെടുത്താതെ തന്നെ അവരോട് പറയുന്നുണ്ട്, പ്രവാചകന്മാർ പറഞ്ഞ കാര്യം വിശ്വസിക്കാത്തവരാണ് നിങ്ങൾ. മോശയും പ്രവാചകന്മാരും സങ്കീർത്തന പുസ്തകങ്ങളിലും അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതൊക്കെ പറഞ്ഞതിന് ശേഷം ഒടുവിൽ 24:44 ലൂക്ക് 24:44 അവിടെയും യേശു പറയുന്നു, തിരുവഴുത്തിലെ പഴയ നിയമത്തിലെ 3 വിഭജനങ്ങളെ എടുത്തു പറഞ്ഞിട്ട് എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. സ്തോത്രം. മോശയും അല്ലെങ്കിൽ ന്യായപ്രമാണം,
പ്രവാചകന്മാർ, പിന്നെ സങ്കീർത്തനങ്ങൾ, തോറ, നബീം, കിതുബീം. പഴയ നിയമത്തിന്റെ 3 വിഭജനങ്ങളാണ്. യഹൂദ ബൈബിളിന്റെ 3 വിഭജനങ്ങളാണവ. തോറ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണ പുസ്തകം. നെബിയൂം, നെബീം എന്നാണ് പറയുക, എഴുതുമ്പോൾ നെബിയൂം, NEBIUM, നെബിയൂം, പ്രവാചകന്മാർ. നബി എന്ന് നമുക്കറിയാം, പ്രവാചകനെ വിളിക്കുന്ന പേരാണ് നബി. നബിയും പ്രവാചക പുസ്തകങ്ങൾ. പിന്നെ കെതൂബീം, റൈറ്റിംഗ്സ്, സങ്കീർത്തനങ്ങൾ എന്നാണ് അതിനെ പൊതുവെ വിളിക്കുന്നത്. കാവ്യ പുസ്തകങ്ങളാണവ, പൊയറ്റിക്കൽ ബുക്സ്. അപ്പൊ ഇങ്ങനെ 3 വിഭജനങ്ങൾ പഴയ നിയമത്തിൽ. അതെല്ലാം യേശു പറയുകയാണ്, എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. അപ്പോൾ ഇങ്ങനെ യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം പഴയ നിയമം മുതൽക്ക് ഇങ്ങോട്ടുണ്ട്. ഈ സാക്ഷീകരണങ്ങളെല്ലാം വേദപുസ്തക എഴുത്തുകാർ നടത്തിയത് എങ്ങനെയായിരുന്നു? ദൈവത്തിന്റെ ആത്മാവിനാൽ. ദൈവത്തിന്റെ ആത്മാവിനാൽ. അതാണ് ഇവിടെ ഈ ദൂതൻ യോഹന്നാനോട് പറയുന്നത്. യേശുവിന്റെ സാക്ഷ്യം എന്താണ്? പ്രവചനത്തിന്റെ ആത്മാവാണ്. The testimony of Jesus is the spirit of prophecy. The Old Testament prophets prophesied about Jesus Christ. And those prophecies were testimony to Jesus even before his human birth. And what led them, what made them to prophesy or to testify? It was the Spirit of God. It was the Spirit of God. നല്ല തെളിവ് ഒത്തിരി ഉണ്ട്. നമ്മൾ വായിച്ച് പരിചയിച്ചൊരു വാക്യം തന്നെ. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 10 മുതൽക്കുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. The prophets were filled and led by the Spirit of Christ. പഴയ നിയമ പ്രവാചകന്മാർ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ടവരായിരുന്നു എന്ന് നാം അവിടെ കാണുന്നു. അവരിൽ ഉള്ള ക്രിസ്തുവിന്റെ ആത്മാവ്, അവന് ക്രിസ്തുവിന് വരേണ്ടിയിരുന്ന കഷ്ടങ്ങളെക്കുറിച്ച് എന്ന് വെച്ചാൽ ക്രൂശീകരണത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പ്രവചിച്ചു. അപ്പോൾ ക്രിസ്തുവിന്റെ സാക്ഷ്യം, പ്രവചനത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരിൽ വ്യാപരിച്ചത് ക്രിസ്തുവിന്റെ ആത്മാവായിരുന്നു. പഴയ നിയമത്തിൽ അത് പ്രവചനങ്ങളായി, പുതിയ നിയമത്തിൽ അത് ചരിത്രത്തിന്റെ സാക്ഷീകരണവുമായി. ഓക്കെ, അപ്പോൾ നമ്മുടെ സാക്ഷ്യത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ കാതലായ കാര്യം യേശു ക്രിസ്തുവാണ്, സുവിശേഷമാണ്. നമ്മുടെ സാക്ഷീകരണത്തിന്റെ പ്രധാനപ്പെട്ട സംഗതി എന്താണ്? ക്രിസ്തുവാണ്. പഴയ നിയമത്തിൽ പ്രവചനങ്ങളുടെ കാതൽ ക്രിസ്തുവാണ്. പുതിയ നിയമത്തിൽ പ്രസംഗങ്ങളുടെ സാക്ഷീകരണത്തിന്റെ പ്രധാനപ്പെട്ട വിഷയവും ക്രിസ്തു. ഇത് രണ്ടും എങ്ങനെയാ സംഭവിക്കുന്നത്? ആരാണത് നിവർത്തിക്കുന്നത്? പരിശുദ്ധാത്മാവാണ്.
പ്രവാചകന്മാരിൽ വ്യാപരിച്ച അതേ ആത്മാവ് അവർ പ്രവചിച്ചു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ സാക്ഷീകരിക്കുകയായിരുന്നു. ഇന്ന് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട യേശുക്രിസ്തുവിന്റെ മനുഷ്യ ജന്മവും ക്രൂശീകരണവും ഉയർത്തെഴുന്നേൽപ്പും ഇനി വരുവാനുള്ള മടങ്ങിവരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നാം ഇന്ന് പ്രസംഗിക്കുന്നെങ്കിൽ അതും അതേ ആത്മാവിനാൽ തന്നെ പഴയ നിയമ പ്രവാചകന്മാരിൽ വ്യാപരിച്ച അതേ ആത്മാവ് തന്നെയാണ് പുതിയ നിയമകാലത്ത് അപ്പോസ്തോലന്മാരിലും മറ്റ് ശുശ്രൂഷക വൃന്ദങ്ങളിലും അല്ല ദൈവസഭയിൽ മുഴുവനുമായി വ്യാപരിക്കുന്നത്. വ്യക്തമാണോ അത്? സ്തോത്രം. അപ്പോൾ പ്രവചനത്തിന്റെ ആത്മാവ് ക്രിസ്തുവിന്റെ സാക്ഷ്യം. ഇപ്പൊ ക്രിസ്തുവിന്റെ സാക്ഷ്യം എന്താണെന്നും പ്രവചനത്തിന്റെ ആത്മാവ് എന്താണെന്നും മനസ്സിലായല്ലോ. ഇപ്പൊ ഈ നിലയിൽ യേശുക്രിസ്തുവിനെ പ്രസംഗിച്ച, യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ പഴയ നിയമ ഗ്രന്ഥത്തെ മുഴുവനുമായിട്ട് തന്നെ പ്രവാചക ഗ്രന്ഥമെന്ന് തിരുവെഴുത്ത് വിളിക്കുന്നുണ്ട്. 2 പത്രോസ് 1:19 വാക്യത്തിൽ 2 Peter 1:19 We have the prophetic word more fully confirmed, to which you will do well to pay attention as to a lamp shining in a dark place, until the day dawns and the morning star rises in your hearts. We have the prophetical word. പ്രവചന വാക്യം നമുക്ക് സ്ഥിരമായിട്ടുണ്ട്. അവിടെ പറയുന്ന പ്രവചനം എന്തിനെ സംബന്ധിച്ചാണ്? എന്തിനെ കുറിച്ചാ പറയുന്നേ? പ്രവചന വാക്യം നമുക്ക് സ്ഥിരമായിട്ടുണ്ടെന്ന് പറയുന്നത് The whole of the scriptures. Pardon? All of the scriptures. All of the scripture. അതിൻ്റെ വ്യാഖ്യാനമാണ്, അതിൻ്റെ ഇലാബറേഷനാണ് 20-21 വാക്യങ്ങൾ. അപ്പം 19-ാം വാക്യത്തിൽ പറയുന്ന പ്രവാചക വാക്യം എന്ന് പറയുന്നത് തിരുവെഴുത്തിലെ പ്രവചനങ്ങളെ കുറിച്ച്. അതാണ് 20-21 വാക്യങ്ങൾ എന്ന് വെച്ചാൽ യഹൂദ ബൈബിൾ, നമ്മുടെ പഴയ നിയമം, അതിനെയാണ് തിരുവെഴുത്തുകളെന്നും വിളിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, അതാണ് പഴയ നിയമം മുഴുവൻ. നമ്മൾ നേരത്തെയും പഠിച്ചതാണല്ലോ. പഴയ നിയമം വേണ്ട എന്നൊക്കെ പറയുന്ന പലരും ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ നമ്മൾ പഴയ നിയമത്തെയും മാറോട് ചേർത്ത് വെക്കുന്നതിന് കാരണം അത് ദൈവശ്വാസീയമായ തിരുവെഴുത്തുകളാണ്. ആ ദൈവശ്വാസീയമായ തിരുവെഴുത്തുകളായ പഴയ നിയമം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളാൽ സമ്പുഷ്ടമാണ്. ഇറ്റ്സ് റിച്ച് by the prophecies about Jesus. ഏതാണ്ട് അതിൻ്റെ പകുതിയോളം മാത്രമേ ഇതുവരെ നിറവേറിയിട്ടുള്ളൂ. യേശുക്രിസ്തുവിന്റെ കന്യകാ ജനനം തുടങ്ങി തേജസ്കരണം വരെയുള്ള കാര്യങ്ങൾ നിറവേറി. ഇനിയും ക്രിസ്തുവിന്റെ മടങ്ങിവരവ്, ന്യായവിധി, ലോക ഭരണമേറ്റെടുക്കുന്നത്, നിത്യത്വത്തിലെ വാഴ്ച തുടങ്ങിയുള്ള
കാര്യങ്ങൾ ഏതാണ്ട് പകുതിയോളം നിറവേറാൻ ബാക്കിയാ. അത് നിറവേറുന്നത് വരെ നമുക്ക് ഈ പുസ്തകത്തെ ഇരുട്ടിൽ പ്രകാശിക്കുന്ന വെളിച്ചം പോലെ കരുതേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നാം ഇന്ന് ലോകത്തോട് സാക്ഷീകരിക്കുന്നത്. നാം ഇന്ന് ലോകത്തോട് സാക്ഷീകരിക്കുന്ന സുവിശേഷത്തിന്റെ പകുതി ഭാഗം ചരിത്രമാണ്, പകുതി ഭാഗം ഇപ്പോഴും പ്രവചനമാണ്. The testimony we share with the world about Jesus, half of them is history and half is still prophecy. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് നാം ഇന്നും നടത്തുന്ന സാക്ഷീകരണത്തിൽ പകുതിയോളം ചരിത്രമാണ്, ഏതാണ്ട് പകുതിയോളം ഇപ്പോഴും പ്രവചനമാണ്. ഇവിടെ യോഹന്നാനെയും ഈ ദൂതൻ വിളിക്കുന്നത് പ്രവാചകൻ എന്നാണ്. യോഹന്നാൻ പ്രവാചകനെന്നും നമുക്ക് യോഹന്നാൻ അപ്പോസ്തലനെ വിളിക്കാം. പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥം നമുക്ക് എഴുതി തന്നത് യോഹന്നാനാണ്. ഇപ്പൊ യോഹന്നാൻ 1:9 പറഞ്ഞു, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സാക്ഷ്യം നിമിത്തമാണ് ഞാൻ പത്മോസിൽ ആയിരിക്കുന്നത്. പത്മോസിൽ കിടന്നുകൊണ്ട് യോഹന്നാൻ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനവും കൂടെ തന്നു. ഈ രണ്ടും യോഹന്നാനെ കൊണ്ട് ചെയ്യിച്ച ആത്മാവ് ഒന്ന് തന്നെ. അതേ ആത്മാവായിരുന്നു പഴയ നിയമ പ്രവാചകന്മാരിലും പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ പഴയ നിയമ പ്രവാചകന്മാരിലും പുതിയ നിയമ അപ്പോസ്തലന്മാരിലും പ്രവാചകന്മാരിലും പ്രസംഗകരിലുമെല്ലാം വ്യാപരിക്കുന്ന ആത്മാവ് ഒന്ന് തന്നെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നൊക്കെ ഈ ആത്മാവിന് പേരുണ്ട്. അതാണ് നാം അവിടെ കാണുന്നത്. ക്രിസ്തുവിൻ്റെ സാക്ഷ്യം എന്താണ്? പ്രവചനത്തിൻ്റെ ആത്മാവ് തന്നെ. പ്രവചനത്തിൻ്റെ ആത്മാവ് തന്നെ. സ്തോത്രം. സുവിശേഷീകരണവും പ്രവചനവും ഈ ശുശ്രൂഷകളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ വേണം നടത്തപ്പെടേണ്ടത് എന്ന സന്ദേശവും കൂടെയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. 10-ാം വാക്യം വ്യക്തമാണോ? പത്താം വാക്യത്തിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ നമുക്ക് 11 മുതൽക്കുള്ള വാക്യങ്ങൾ നാളെ കർത്തൃവരവിന് താമസമായാൽ ചിന്തിക്കാം. നമ്മുടെ കർത്താവ് രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ സഭയെ വേളി കഴിപ്പാൻ, സ്വീകരിപ്പാൻ വേഗം വരുന്നു. നമുക്കും കുഞ്ഞാട്ടിൻ്റെ കാന്തയായി നമ്മെ തന്നെ ഒരുക്കാം. ധാരാളം പേർ വീണുപോയിക്കൊണ്ടിരിക്കുന്നു. നമുക്കും വീണുപോകുവാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഉപദേശത്തിലും ജീവിതത്തിലും കൂട്ടായ്മയിലും ഒരുപോലെ വിശുദ്ധി സൂക്ഷിച്ചുകൊണ്ട് നിരന്തരം ക്രിസ്തുവിൽ മുന്നേറുവാൻ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.